നമ്മളിവിടെ നിന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേ ഞാൻ അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാൻ മീൻ കറി വെച്ചാലും ചിക്കൻ കറി വെച്ചാലും ഉലുവ മസ്റ്റായിട്ട് ചേർക്കുക. ഇതുകൊണ്ടാ ഉലുവ പൊട്ടി ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ ചെയ്യുന്നത്, ഞാൻ സവാള അരിയല്ല ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള കേട്ടോ. സവാള അങ്ങ് വഴണ്ട് വരുമ്പോൾ നമ്മളിതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. ഇത് പേസ്റ്റല്ല, ഞാൻ അരിച്ചെടുത്തതാണ് കേട്ടോ. അടിച്ചെടുത്ത മിക്സിയിൽ അതും കൊടുത്തിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. കുറച്ച് വഴണ്ടി വരുമ്പോഴും നമ്മൾ തക്കാളി പച്ചമുളകും കൂടെ അടിച്ച പേസ്റ്റ് രൂപത്തിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ രൂപത്തിലാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾക്ക് അരിഞ്ഞ് വെച്ചേക്കില്ല, അരച്ച് വെച്ചേക്കുക. അപ്പോൾ നല്ല എരിവ് നല്ല കറക്റ്റായിട്ട് പച്ചമുളകിൻ്റെ കിട്ടും. തന്നെ നല്ല മണ്ണോട്ട ഗൈസ്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കണേക്കാട്ടും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമുണ്ട് കേട്ടോ. അതങ്ങോട്ട് വഴണ്ട് നല്ലോണം വരുമ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് ഈസ്റ്റ് എണ്ണ, ചിക്കൻ മസാല എന്താ ചിക്കൻ പൗഡർ, ഈസ്റ്റ് എണ്ണ കേട്ടോ. അപ്പോൾ എരിവിന് നമ്മൾ പച്ചമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഈസ്റ്റ് എണ്ണ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സാമ്പാർ പൊടി ആയാലും ചിക്കൻ മസാല ആയാലും ഫിഷ് മസാല ആയാലും ഈസ്റ്റ് എണ്ണ വാങ്ങിക്കുള്ളൂ കേട്ടോ. ഈസ്റ്റ് എണ്ണ ഒരു കാര്യം ചെയ്യണേ, നല്ല കറക്റ്റ് സ്മെല്ല് നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾക്ക് മല്ലിയില പുതിനയില അതൊന്നും കിട്ടിയില്ല കേട്ടോ. ഇന്ന് സൺഡേ ആയിരുന്നു, തീർന്നു പോയി. ഞാൻ കാശ്മീർ പോയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വെളുപ്പിന് എത്തിയുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചിക്കൻ വെക്കാൻ തോന്നിയിട്ട് ഞാൻ ഇവിടെ വാങ്ങിച്ച് ഒരു വീഡിയോ ഇട്ടേക്കാണ് കരുതിയതാണ്. കണ്ടോ ഗൈസ്. അപ്പോൾ ഒരു തുള്ളി വെള്ളവും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് അതങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ച് തൈരും കൂടി ചേർത്ത് വേവിച്ച് വെച്ചേക്കുവാണേ. അതിപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വറ്റി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വന്നിട്ട് നല്ലൊരു ചിക്കൻ കറി ആവേ. ഇത് വറ്റണം, നല്ലോണം വറ്റിയിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളക്കുമ്പോൾ ഗൈസ് അതിലോട്ട് കുറച്ച് കറുവപ്പട്ട, പെരുംജീരകം, പിന്നെ ഒരു ഏലക്കായ, ഒരു ലെമൺ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്ക നാരങ്ങ. എന്നിട്ട് നമ്മളിത് ഒരു അരമണിക്കൂർ അടച്ചു മൂടി വെക്കണേ. ഹൈസ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ ഓക്കെ ആയിട്ടുണ്ടേ. കടാ ഇതൊന്ന് വറ്റി കുറുകി വന്നു കഴിഞ്ഞാൽ ചോറിന് ചപ്പാത്തിക്ക് കൂടി കഴിക്കാം. ഞാൻ പക്ഷേ ചോറ് കഴിക്കാൻ പോണേ, കാരണം ഞാൻ ചോറ് കഴിച്ചിട്ട് 9 ദിവസമായി. ഓക്കെ അപ്പോൾ ഓക്കെ ബൈ.